എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല പോലെ പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതായത് ഫ്ലവറിംഗ് ബൂസ്റ്റർ. എല്ലാ ചെടികളും പൂക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഫോസ്ഫറസും പൊട്ടാസ്യവും. ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ തളിരിലകളും മൊട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ്. നൈട്രജനേക്കാളും കൂടുതൽ നമ്മൾ നൈട്രജൻ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇലകളാണ് വരുന്നത്, പൂക്കളുണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റോസ്, അതുപോലെ ചെമ്പരത്തി, ജമന്തി, ഇതിനൊക്കെ പൊട്ടാസ്യം ഫോസ്ഫറസും ചേർന്ന വളം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കാൻ വേണ്ടി സഹായിക്കും. ഇത് കണ്ടോ, ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. ചെമ്പരത്തിയും തെച്ചിയും പല കളറിലുള്ള ചെമ്പരത്തിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇതിനൊക്കെ ഞാൻ ആ ഒരു വളം കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഫെർട്ടിലൈസർ. എല്ലാ ദിവസവും നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നതാണ് സവാളയുടെ തൊലി, അതുപോലെ മുട്ടയുടെ തോട്, പഴത്തിൻ്റെ തൊലി, എല്ലാ പച്ചക്കറികളുടെയും തൊലികളെല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ എടുത്തിട്ടുള്ള മുട്ടയുടെ തോലും അതുപോലെ സവാളയുടെ തൊലിയും പഴത്തിൻ്റെ തൊലിയുമാണ്. പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ മുട്ടയുടെ തോടൊക്കെ നല്ലപോലെ പൊടിച്ചിട്ട് വേണം കേട്ടോ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ. നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക്. നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകാൻ ഇത് സഹായിക്കും. ഈ മുട്ടയുടെ തോടൊക്കെ ഈ റോസ് ചെടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടീസ്പൂൺ നമ്മുടെ തേയിലമട്ടുണ്ടാവുമല്ലോ, ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റായി വരുന്ന തേയിലമട്ടൊക്കെ കഴുകി ഉണക്കി വെയിലത്തൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്കിതുപോലെ റോസാ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ തേയിലമട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡൈന്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ റോസിൻ്റെ ചുവട്ടിലും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. നല്ല രീതിയിൽ തന്നെ പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും നല്ല അടിപൊളി വളങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ട്. അപ്പോൾ ഇത് കണ്ടതിലൊക്കെ നിറയെ റോസിൻ്റെ മൊട്ടുകളും പുതിയ തളിരിലകളും വലിയ വലിയ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു വളമാണിത്. പലരും പറയാറുണ്ട് ചെടികൾ പൂക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വളം കൊടുത്തു നോക്കിയാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ തന്നെ പൂക്കളും ഉണ്ടാകും. ഈ ഒരു വളം ഇൻഡോറിൽ വെക്കുന്ന ചെടികൾക്കൊക്കെ കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ചെടികൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.